Good evening to our honorable chief guest, our province leaders, and our dearest members. Happy Independence Day to all. ഇന്ത്യയുടെ 78ാമത് ഇൻഡിപെൻഡന്റ് ഡേ സെലിബ്രേഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം ഒരു പ്രതിഫലനമാണ്. ഭാരതത്തിന്റെ ആദർശങ്ങളോടും ഭാവിയോടും ഉള്ള പ്രതിബദ്ധതയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ത്യാഗങ്ങളെയും ഐക്യത്തെയും ശക്തിയെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണിത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യത്നിച്ച എല്ലാവരോടും ഉള്ള ആദരം അർപ്പിക്കുന്നു. 2024, അതായത് ഈ വർഷം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തീം വികസിത് ഭാരത് എന്നതാണ്, മീൻസ് ഡെവലപ്ഡ് ഇന്ത്യ. 2047 രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഈ ദൗത്യത്തിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. വിത്ത് ആൾ യുവർ പെർമിഷൻ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യമായി പ്രയർ സോങ്. അവർ കൾച്ചറൽ ഫോറം കൺവീനർ മിസ്റ്റർ ബിജോ കളിക്കലിനെ പ്രയർ സോങ് ആലപിക്കാനായി ക്ഷണിക്കുന്നു. പ്രാർത്ഥനാ വചനത്തോടുകൂടി ഈ നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിന പ്രോഗ്രാം ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. സ്വന്തം രചനയിൽ നിന്ന് 2 വാക്ക്. പ്രണാമം പ്രണാമം വിശ്വപ്രഭയിതിൽ അത്യുന്നതനേ മഹോവിദ്വൽ മുഖരിത ശോഭ പൂർണിമേ വരദാനമേകുനീ വിഹരിക്ക ഈ മഹൽ മോഹനാംബര സദസിതിനെ മുറ്റും സ്നമിച്ചിടുന്നു കൃപാപ്രഭോ പ്രണാമം പ്രണാമം പ്രണാമം. താങ്ക് യു. സ്വന്തം പ്രാർത്ഥനാ ഗാനത്തിലൂടെ ഈ പ്രോഗ്രാം ധന്യമാക്കിയ മിസ്റ്റർ ബിജു കളിക്കൽ, താങ്ക് യു സോ മച്ച്. അടുത്ത ഒരു സുപ്രഭാതത്തിൽ നമ്മെ ഏവരെയും നടുക്കിയ വയനാട്ടിലെ ആ മഹാദുരന്തം, അതിന്റെ ഓർമ്മകളിലേക്ക് നമുക്കൊരു ഷോർട്ട് വീഡിയോ കാണാം. അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ സൽജിൻ ജോസ്. അദ്ദേഹം നമ്മുടെ അജ്മാൻ പ്രോവിൻസ് മെമ്പർ ആണ്. വീഡിയോയിലേക്ക് പോകാം. താങ്ങായി തണലായി തുണയായി ഒഴുകാം കരുണാർദ്രമാ അലിയാമനുതാപമാ ഇരുളിൻ തീരങ്ങളിൽ തെളിയാമാശ്വാസമാ തോരാനോവിൻ കണ്ണീരൊപ്പിടാം വയനാടിനായി കൈകോർത്തിടാം ദുരിതങ്ങൾ നീക്കിടാം പ്രിയനാടിനായി ഒരുമിച്ചിടാം ആശ്വാസം അരുളിടാം. നമ്മെ വിട്ടുപോയ ആത്മാക്കളുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം എണീറ്റ് നിന്ന് നമുക്ക് മൗനം ആചരിക്കാം.
താങ്ക് യു ആൾ. നെക്സ്റ്റ് നമ്മുടെ UAE ആൻഡ് ഇന്ത്യൻ നാഷണൽ ആന്തം ഒരുമിച്ച് പ്ലേ ചെയ്യും. നെക്സ്റ്റ് UAE ആൻഡ് ഇന്ത്യൻ നാഷണൽ ആന്തം. ലെറ്റ്സ് സ്റ്റാൻഡ് ടുഗദർ ടു റെസ്പെക്ട് ദ ആന്തം. താങ്ക് യു. जनगणमन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। അടുത്ത വെൽക്കം സ്പീച്ചിനായി നമ്മുടെ അജ്മാൻ പ്രോവിൻസ് സെക്രട്ടറി മിസ് സ്വപ്ന ഡേവിസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്വപ്ന. താങ്ക് യു രാഖി. എല്ലാവർക്കും കേൾക്കാവല്ലോ അല്ലേ? ഇന്ത്യ അതിന്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഞങ്ങൾ അജ്മാൻ പ്രൊവിൻസിന് ഈ വർഷവും ഒത്തുകൂടാൻ സാധിച്ചതിൽ അതീവ സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു വന്നു, എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുമല്ലോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എന്നാ പ്രൊവിൻസിൽ എന്തെങ്കിലും ഒരു പരിപാടി വേണമല്ലോ എന്ന് ആലോചിച്ചപ്പം ഡയസർ തന്നെയാണ് പറഞ്ഞത്, എന്തിനാ അങ്ങനെ ആലോചിക്കുന്നത്, നമുക്ക് മീറ്റിംഗ് തന്നെ വെക്കാം, പെട്ടെന്നായതുകൊണ്ട് ഓൺലൈൻ തന്നെ കൂടാമെന്ന് ഡയസർ സജസ്റ്റ് ചെയ്തു. അത് ഒറ്റ ദിവസം കൊണ്ട് നമ്മള് എന്താ പറയാ ഓർഗനൈസ് ചെയ്ത ഒരു മീറ്റിംഗ് ആണിത്. എങ്കിലും ഇത്രയും പേർ ഈ മീറ്റിംഗിൽ ഇന്ന് സംബന്ധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. സ്വാതന്ത്ര്യം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. നമുക്ക് പോരാട്ടമുണ്ട് ഓരോ ദിവസം ഈ സ്വാതന്ത്ര്യം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിനെ. പക്ഷെ ഓർക്കുക, ഒരു രാജ്യം എന്ന നിലയിൽ, സമൂഹം എന്ന നിലയിൽ നമുക്ക് പോരാട്ടമുള്ളത് പരസ്പരമല്ല, തീവ്രവാദത്തിനെതിരെ, വർഗീയതക്കെതിരെ, അശരണർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുക, ഒന്നിക്കുക ഈ ത്രിവർണ പതാകയ്ക്ക് മുൻപിൽ. അങ്ങനെ ആ ഒരുമയുടെ സന്ദേശമായിരിക്കണം ഈ സ്വാതന്ത്ര്യ ദിനത്തിലും നമുക്ക് പരസ്പരം കൈമാറുവാനായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് എനിക്കിവിടെ ആദ്യമായി സ്വാഗതം ചെയ്യുവാനുള്ളത് നമ്മളുടെ ഇന്നത്തെ മീറ്റിംഗ് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ആരാധനായ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ ഡയസ് ഡിക്ല സർ ആണ്. ഏറ്റവും ആദരപൂർവ്വം സാറിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ മുഖ്യ അതിഥി, നമ്മുടെ ഈ ഇന്നത്തെ ഈ മീറ്റിംഗ് ഇനോഗ്രേഷൻ ചെയ്യുന്ന നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തായി സർ. സർ നാട്ടിലാണ്, യാത്രയിലാണ്, എങ്കിലും അല്പസമയം നമുക്ക് വേണ്ടി വേർതിരിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. സാറിനെ ഏറ്റവും ആദരപൂർവ്വം ഞങ്ങളുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷൈൻ സർ, നമ്മുടെ മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് ശ്രീ ഷൈൻ ചന്ദ്രസേനൻ സർ. സാറും ഞങ്ങളുടെ എല്ലാ പരിപാടിയിലും ഞങ്ങളുടെ ഒപ്പമുണ്ട്. ഞങ്ങൾക്ക് ശക്തമായ നേതൃത്വം തരുന്ന സാറിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഞങ്ങളുടെ സ്വന്തം ചെയർമാൻ തോമസ് ഉമ്മൻ സർ.
തോമസ് ഉമ്മൻ സാറിനെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഔപചാരികതയുടെ പേരിൽ ഞങ്ങളുടെ സ്വന്തമാണ്. എല്ലാവരും ഞങ്ങളുടെ ഒപ്പം നിന്ന് നമുക്ക് ഒരു എന്താ പറയാ എല്ലാ ഗൈഡൻസും തരുന്ന സാറിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജെയിംസ് മാത്യു ട്രഷറർ ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തിന് അതുപോലെ ഒരു അത്യാവശ്യമുള്ളതുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കുകയില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഞങ്ങളുടെ യൂത്ത് ഫോറം പ്രസിഡന്റ് എബി ജേക്കബ്. എബിയെ സന്തോഷത്തോടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിമൻസ് ഫോറം പ്രസിഡന്റ് ബെറ്റി ജെയിംസ്. ബെറ്റിക്കും ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ ഒരു അത്യാവശ്യത്തിന് പോകേണ്ടതുള്ളതുകൊണ്ട്. എങ്കിലും ബെറ്റിയുടെ അഭാവത്തിലും ബെറ്റിയെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞങ്ങളുടെ പ്രൊവിൻസിൽ നിന്ന് ഗ്ലോബൽ മിഡിൽ ഈസ്റ്റ് ഒഫീഷ്യൽസ് ഉണ്ട്. ശ്രീ ബൈ മിഡിൽ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ്, ബാവ റേച്ചൽ മിഡിൽ ഈസ്റ്റ് വിമൻസ് ഫോറം പ്രസിഡന്റ്, കെസിആർ ഡൈസ് മിഡിൽ ഈസ്റ്റ് യൂത്ത് ഫോറം സെക്രട്ടറി, ഷാജി ഡി ആർ മിഡിൽ ഈസ്റ്റ് അഡ്വൈസറി ബോർഡ് വൈസ് ചെയർമാൻ. ഇവരെ എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടുകൂടി തന്നെ ഔപചാരികതയുടെ പേരിൽ നമ്മുടെ ഈ കുടുംബത്തിലേക്ക് മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സ്വന്തം വൈസ് ചെയർമാൻ കിരൺ, വൈസ് പ്രസിഡന്റ് കെനി, ജോയിന്റ് സെക്രട്ടറി മേരി സുബി, ജോയിന്റ് ട്രഷറർ വിജേഷ് മോൻ, അവരെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ അമേരിക്കയിൽ നിന്ന് നമ്മുടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഗ്ലോബൽ ഒഫീഷ്യൽ, ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് സർ ഇന്ന് മീറ്റിംഗിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ. അതുപോലെ മറ്റ് പ്രൊവിൻസുകളിൽ നിന്നൊക്കെ ജോയിൻ ചെയ്യാം എന്ന് അറിയിച്ചവരുണ്ട്. അവരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മെമ്പേഴ്സ്, എത്ര ഷോർട്ട് നോട്ടീസ് ആണെങ്കിലും ഒപ്പം നിന്ന് നമ്മളോട് സഹകരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനെയും ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മുടെ കുടുംബത്തിന്റെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഒപ്പം രാഖി ഷാജി, താങ്ക് യു സോ മച്ച്. ഷോർട്ട് നോട്ടീസിലാണെങ്കിലും ഇങ്ങനെയൊരു കർത്തവ്യം ഏറ്റെടുത്തതിൽ രാഖിയോടുള്ള നന്ദി അറിയിക്കുന്നു. ആൻഡ് ബിജോ കളിക്കൽ വളരെ മനോഹരമായ ഇന്ന് പ്രാർത്ഥനാ ഗാനം ആലപിച്ചു. ഞങ്ങളുടെ സ്വന്തം കൾച്ചറൽ ഫോറം കൺവീനർ ബിജോയെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സ്വപ്ന. നെക്സ്റ്റ് നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി അവർ പ്രോവിൻസ് പ്രസിഡന്റ് മിസ്റ്റർ ഡയസ് ഇടിക്കുളയെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മീറ്റിംഗിന്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആഘോഷങ്ങൾ നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും വേദനയോടുകൂടിയാണ് വയനാട് ദുരന്തത്തെ നമ്മൾ കാണുന്നത്. അവരുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദ്യമായി ആദരവിന്റെ അഞ്ജലി പുഷ്പങ്ങൾ അർപ്പിക്കുകയും വേൾഡ് മലയാളി കൗൺസിൽ അജ്മാൻ പ്രൊവിൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന അർഹമായ നിമിഷം കൂടിയാണ്. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം WMCയുടെ ഒരു പ്രൊവിൻസിലും നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും രാഷ്ട്രത്തോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം അജ്മാൻ പ്രൊവിൻസ് ഏറ്റെടുക്കുന്നു. അതിൽ ആദരണീയനായ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തായി സാറ് പങ്കെടുക്കുന്നു. നമ്മുടെ മിഡിൽ ഈസ്റ്റ് റീജിയന്റെ പ്രസിഡന്റ് ശ്രീ ഷൈൻ ചന്ദ്രസേൻ ഈ മീറ്റിംഗിലുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഗ്ലോബൽ ലീഡറും കൂടിയായ നമ്മുടെ വളരെ WMCക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത UAE വളരെ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ശ്രീ സന്തോഷ് പുല്ലൂർ പങ്കെടുക്കുന്നു. അതുപോലെ ശ്രീ രാജേഷ് പിള്ളയും ഡോക്ടർ ജെറോ ഇവരൊക്കെ ജോയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അവരെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പെട്ടെന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഏഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും സുശക്തമായ ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമുക്ക് ഏവർക്കും അഭിമാനമാണ് നമ്മുടെ രാജ്യം ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം പങ്കെടുക്കുന്നത്. ലോകരാജ്യങ്ങൾക്ക് അവഗണിക്കാൻ പറ്റാത്ത രാഷ്ട്രപിതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രഖ്യാപിക്കുമ്പോൾ ഈ അറേബ്യൻ മഹാസമുദ്രത്തിന്റെ തീരത്തിരുന്ന് നമ്മളും അതിനെ വരവേൽക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയുമാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഏതൊരു രാജ്യത്തിന്റെയും സ്വാതന്ത്ര്യം വിലപ്പെട്ടതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിജയം എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത ഒരു ഐക്യ പോരാട്ടമായിരുന്നു. മഹാത്മാഗാന്ധി എന്ന ഒരു മഹാനായ ലീഡർ ഭാരതീയ ജനതയുടെ സ്പന്ദനങ്ങളും ഉണർത്തി ഐതിഹാസികമായ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചു എന്നുള്ളതാണ്
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. ജനലക്ഷങ്ങളുടെ സഹനവും സമർപ്പണവും നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്പന്ദനം. അതെല്ലാം ഒരു ഗാന്ധിയൻ സ്പർശനമുണ്ട്. ആ ഗാന്ധിയൻ സ്പർശനവും സ്പന്ദനവും നമ്മുടെ ഹൃദയത്തിൽ സ്വരൂപിക്കുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം അന്വർത്ഥമാകുന്നത്. നമ്മുടെ പൊതുജീവിതത്തിൽ ആ ഗാന്ധിയൻ സ്നേഹം അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയണം. വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാടിനോടും നമ്മുടെ സമൂഹത്തോടും നമ്മുടെ കടപ്പാട് അടയാളപ്പെടുത്തുന്ന ഒരു സമ്മേളനമായി മാറി എന്നുള്ളതും നമുക്ക് അഭിമാനാർഹമാണ്. കാരണം കാരുണ്യം കാംക്ഷിക്കുന്ന ജീവിതങ്ങൾക്ക് മുമ്പിൽ അവരെ കരുണയോടെ നമ്മളെ അവർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ കരുണയ്ക്കായി നമ്മെ നോക്കുമ്പോൾ, കണ്ണു തുറന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം വേൾഡ് മലയാളി കൗൺസിലിന് നൽകിയ അംഗീകാരം പ്രിയപ്പെട്ടവരെ ഓരോ WMC അംഗം എന്ന നിലയിലും നമുക്ക് അഭിമാനാർഹമാണ്. കാരണം കേരളത്തിലെ മാത്രമല്ല ഗൾഫിലെയും മീഡിയാസ്, മാധ്യമങ്ങളൊക്കെ വേൾഡ് മലയാളി കൗൺസിലിന് നൽകി സമീപകാലത്ത് നൽകിയ ഒരു അംഗീകാരം നമുക്കൊരിക്കലും മറക്കാൻ കഴിയത്തില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല നമുക്ക് ഏവർക്കും ഉണ്ട്. നമ്മെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ശ്രീ ജോൺ മത്തായി സാറ് നമ്മുടെ ഗ്ലോബൽ സമ്മേളനത്തിൽ കൃത്യമായി അത് നമ്മുടെ പ്രഖ്യാപനവും നമ്മുടെ മുന്നോട്ടുള്ള ദിശാബോധത്തെക്കുറിച്ചും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതെല്ലാവരും, എല്ലാ മീഡിയാസും അത് ഏറ്റെടുത്തു. നിങ്ങളൊക്കെ അത് നമ്മളെല്ലാവരും അത് കണ്ടതും വായിച്ചതുമാണ്. അപ്പോൾ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഓരോ പ്രോവിൻസിലെ അംഗങ്ങൾക്കും ഉള്ളത്. ഒരു കാലഘട്ടത്തിൽ ഡോക്ടർ PA ഇബ്രാഹിം ഹാജി നയിച്ച ഈ പ്രസ്ഥാനത്തെ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളോട് എപ്പോഴും കൂടെ നിൽക്കുന്ന ശ്രീ ജോൺ മത്തായി സാറ് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ദിശാബോധത്തിന് ഊർജം പകരുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ. നമ്മുടെ ഓരോ ആഘോഷങ്ങളും നമ്മളിൽ ഉണ്ടാകേണ്ടത് രാഷ്ട്രത്തോടുള്ള കടപ്പാടും സമൂഹത്തോടുള്ള സ്നേഹവും സ്പന്ദനവുമായിരിക്കും. അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിരവധി ഫോറങ്ങൾ നമ്മുടെ ഓർഗനൈസേഷന് ഇന്നുണ്ട്. ആ ഫോറങ്ങളെ മുമ്പിൽ നിന്ന് നയിക്കുവാൻ കടപ്പാടുള്ള വ്യക്തികളാണ് നമ്മുടെ ലീഡേഴ്സ്. പ്രോവിൻസിലെ ലീഡേഴ്സിലൂടെ വേണം ഈ ഓർഗനൈസേഷൻ വളരുവാൻ. നമ്മുടെ യൂത്ത് ഫോറത്തിന് ഇത് നേതൃത്വം കൊടുക്കുന്ന ശ്രീ എബി, അതുപോലെ വുമൻസ് ഫോറത്തിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ശ്രീ ബെറ്റി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അതുപോലെ തന്നെ വുമൻസ് ഫോറത്തിന്റെ മിഡിൽ ഈസ്റ്റ് റീജിയന്റെ പ്രസിഡന്റ് ശ്രീമതി ബാവ റൈച്ചൽ ഈ യോഗത്തിലുണ്ട്. അപ്പോൾ ഓരോ ഫോറങ്ങളെയും മുമ്പിൽ നിന്ന് നയിക്കുവാൻ നിങ്ങളിലാണ് ഈ പ്രോവിൻസിലെ അംഗങ്ങൾ സമർപ്പണം അല്ലെങ്കിൽ കോൺഫിഡന്റ് നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫോറങ്ങൾ, പ്രോവിൻസിലെ ഫോറങ്ങൾ, അത് മൈക്രോ ലെവലിൽ അതിനെ വളർത്തിക്കൊണ്ട് നാളെയുള്ള ദിനങ്ങളിൽ WMCക്ക് എന്നും ഒരു കൈത്താങ്ങായി മുന്നോട്ട് പോകുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ മുമ്പിൽ സമർപ്പണം ചെയ്ത മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സ്മരണകൾക്ക് മുമ്പിൽ ആദരവിന്റെ അഞ്ജലി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാതന്ത്ര്യ സമരത്തിന്റെ സഹിഷ്ണുതയിലേക്കും ചരിത്രത്തിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി മിസ്റ്റർ ഡയസ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി മിസ്റ്റർ ജോൺ മത്തായി, അവർ ഗ്ലോബൽ പ്രസിഡന്റ്, അദ്ദേഹത്തെ ഇനാഗുറൽ സ്പീച്ചിനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു രാഖി. എല്ലാവർക്കും വേൾഡ് മലയാളി കൗൺസിലിന്റെ സ്നേഹവന്ദനം. ആദ്യമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ. 78ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിന്റെ ആശംസകൾ നേരുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ ഡയസ് ഇടുക്കള, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിന്റെ ആരാധനായ പ്രസിഡന്റ് ഷൈൻ ചന്ദ്രസേനൻ, നമ്മുടെ ഗ്ലോബൽ വൈസ് ചെയർമാൻ സന്തോഷ്, നമ്മുടെ ഷാർജയില് ഏറെ അധിക നാൾ എൻ്റെ കൂടെ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ അജ്മാൻ പ്രൊവിൻസിന്റെ ചെയർമാൻ, സെക്രട്ടറി, അതുപോലെ ബിജോ കളിക്കൽ,
കാണുന്നവരെല്ലാവരും, അതുപോലെ സ്വപ്ന സെക്രട്ടറി, അതെ, ബാബ റേച്ചൽ വിമൻസ് ഫോറം മിഡിൽ ഈസ്റ്റിന്റെ പ്രസിഡന്റാണ്, ഷാജു തോമസ്, അങ്ങനെ എല്ലാവർക്കും, അതായത് അജ്മാൻ പ്രൊവിൻസിന്റെയും മിഡിൽ ഈസ്റ്റ് റീജിയന്റെയും ഗ്ലോബൽ ഭാരവാഹികളുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വേൾഡ് മലയാളി കൗൺസിലിന്റെ സ്നേഹവന്ദനം. സ്വാതന്ത്ര്യത്തെ പറ്റി എനിക്ക് തോന്നുന്നു ഡയസ് വളരെ കൃത്യമായ രീതിയിൽ ഒരു മെസ്സേജാണ് തന്നത്. നമ്മള് 78ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും നേടിത്തന്നവർക്ക് നമ്മൾ അവരുടെ മുമ്പിൽ ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാം. അതോടൊപ്പം തന്നെ വയനാടിലുണ്ടായ ദുഃഖം, അത് വയനാടിന്റെ ആ ദുഃഖം അറിഞ്ഞ ഉടനെ തന്നെ രാത്രി 29-ാം തീയതി രാത്രിയിലാന്ന് തോന്നുന്നു, അതെ, 30-ാം തീയതി വെളുപ്പിനെ ഞാൻ TV തുറന്നപ്പോൾ ആദ്യം കണ്ടത് ഈ വാർത്തയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഈ വാർത്ത കണ്ട് ഞെട്ടി, ഞാൻ പേടിച്ചു. എന്നിട്ട് ഞാൻ ഉടനെ തന്നെ നമ്മുടെ അജിലിനെയും വയനാടിലെ നമ്മുടെ അഡ്വക്കേറ്റ് ആന്റണിയും ഒക്കെ ഞാൻ വിളിക്കുകയാണ്. ചെയർമാനെ വിളിച്ചുണർത്തിയ ഞാനാണ്. അപ്പം ഈ വാർത്ത ആദ്യം കാണുകയും വിളിച്ചുണർത്തുകയും ചെയ്ത് WMCക്ക് ഒന്ന് നമ്മുടെ ഗ്ലോബൽ കോൺഫറൻസ് വരുന്നു. അതിൻ്റെ കൂടെ ഒരു അതീവ ദുഃഖം വരികയാണ്. ഇതെങ്ങനെ നേരിടണം? ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ആ വയനാടിൽ പോയി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുവാൻ ആരോടും ചോദിക്കാതെ തന്നെ നമ്മൾ എന്ത് പൈസ വേണം നിങ്ങൾക്ക് തരാൻ, നിങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മൾ ആഹ്വാനം ചെയ്യുക ചെയ്തത്. അത് അടിയന്തരമായി നമ്മൾ മീറ്റിംഗ് കൂടി. അതാണ് ഒരു 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 സംഘടന എന്നുള്ള രീതിയിൽ അവിടാണ് ഡയസ് പറഞ്ഞ പോലെ അവിടാണ് അതിന്റെ പ്രാധാന്യം ഞാൻ ഞാൻ അടക്കം നയിക്കുന്ന, എൻ്റെ കൂടെ ഒരു വലിയ ടീമുണ്ട് നയിക്കുന്ന ഈ വേൾഡ് മലയാളി കൗൺസിൽ മലയാളികളുടെ ജനങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് പുറമോട്ട് മാറാതെ അത് ഏറ്റെടുത്തു പോകുന്ന ഒരു വലിയൊരു കാഴ്ച നമ്മൾ കണ്ടു. അന്നേരം തന്നെ അവർക്ക് വസ്ത്രം, അവർക്ക് ആഹാരം എല്ലാം നമ്മൾ എത്തിച്ചു കൊടുത്തു. വയനാട് പ്രൊവിൻസ് യൂണിറ്റിന്റെ ആൾക്കാർ നിരന്തരം അവിടെ ബന്ധപ്പെട്ടു. വൈകുന്നേരത്ത് ഇമ്മീഡിയറ്റ് തന്നെ നമ്മൾ മീറ്റിംഗ് കൂടി 14 വീടുകൾ വെച്ചു കൊടുക്കുവാൻ നമ്മൾ മുഖ്യമന്ത്രി വന്ന് പങ്കെടുക്കുവാണെങ്കിൽ അവിടെ വെച്ച് മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം, അതിന്റെ അനൗൺസ്മെന്റ് ചെയ്യുവാൻ നമ്മൾ 1 കോടി രൂപ കണ്ടെത്തുവാൻ എല്ലാവരും സന്നദ്ധമായിട്ട് മുന്നോട്ട് വന്നു. ഇതാണ് നമ്മളുടെ ഒരു കൂട്ടായ്മ. നമുക്കറിയാം, മനുഷ്യനൊഴിച്ച് ആരും പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഞാൻ വിചാരിക്കും നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ നമുക്ക് ഈ പ്രകൃതി തരുന്ന ഒരു കരുണയാണ്, പ്രകൃതിയുടെ ഒരു അനുകമ്പയാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു നിമിഷമായിരുന്നു ഈ വയനാടിലുണ്ടായ. ഉറങ്ങിക്കിടന്നവരെല്ലാം രാവിലെ രാത്രിയിൽ ഒളിച്ചുപോയി, അവരുടെ ജീവിതമേ ഇല്ലാതായി. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ പ്രകൃതിയെ എത്ര കണ്ട് നമ്മൾ സംരക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട സംഗതിയാണ്. എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയെ ഉപദ്രവിക്കുന്നില്ല, മനുഷ്യനൊഴിച്ച്. മനുഷ്യൻ പ്രകൃതിയെ എപ്പോഴും അതിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ ഹനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനങ്ങളാണ് പലപ്പോഴായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നത്. നമ്മൾ അതിലോട്ട് കൂടുതൽ കടക്കുന്നില്ല. എങ്കിലും നമ്മളുടെ എല്ലാം നമ്മൾ ഈ സ്വാതന്ത്ര്യം കിട്ടി 78ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ? നമുക്ക് വരും തലമുറയ്ക്ക് ജീവിക്കാനുള്ള ഈ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒരു ഭാഗമാണ് പ്രകൃതിയെ സംരക്ഷിക്കുക. എൻവയറൺമെന്റിനെ പറ്റി എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം, പ്രകൃതി സംരക്ഷണം, അത് വളരെ വലിയൊരു പഠനമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് വേൾഡ് മലയാളി കൗൺസിൽ. തീർച്ചയായിട്ടും വേൾഡ് മലയാളി കൗൺസിൽ അതിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കും. ഞാൻ മുഖ്യമന്ത്രിയോടും പറഞ്ഞിരുന്നു, നമുക്ക് വേണമെങ്കിൽ ഈ ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികളെ പരിസരം, അതായത് സാമൂഹികമായിട്ട് എങ്ങനെ ഇടപെടണം, സമൂഹത്തിനോട് എങ്ങനെ നിൽക്കണം, പ്രകൃതി എങ്ങനെ സ്നേഹിക്കണം, ഇതിനൊക്കെ പറ്റി നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ചിന്താ വിഷയങ്ങളിലുള്ളതാണ്, നമ്മുടെ മനസ്സിലുള്ള വിഷയങ്ങളാണ്. ഞാൻ ഈ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ സമ്മേളനത്തിന് ഉദ്ഘാടനത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡിൽ സംസാരിച്ചതേ ഉള്ളൂ, പക്ഷെ സംസാരിച്ച വിഷയം നിങ്ങൾ കേട്ട് കാണും. വേൾഡ് മലയാളി കൗൺസിലിന്റെ നമ്മളുടെ ഒരു കാര്യങ്ങളാണ് ഈ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഇപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുത്ത് നടക്കുന്നത്. നവകേരളം എന്ന് പറയുന്നത് വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അത് നടപ്പാക്കി പല ജില്ലകളിൽ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് ഏറ്റെടുത്ത് ഇപ്പൊ ഗവൺമെന്റ് നടത്തുകയാണ് നവകേരളം.
ഒരു പുതിയ കേരളത്തെ സൃഷ്ടിച്ചില്ലെങ്കിൽ നമുക്ക് പഴയ കേരളം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കൊരു പുതിയ കേരളം സൃഷ്ടിക്കണം. നമ്മൾ ഈ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പുതിയ കേരളം നമ്മൾ സൃഷ്ടിക്കണം. ഇപ്പം ലോക കേരള സഭ, ഞാനവിടെ പറഞ്ഞല്ലോ, ലോക കേരള സഭ എന്ന് പറയുന്നത് വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. എന്താണോ വേൾഡ് മലയാളി കൗൺസിൽ ആഹ്വാനം ചെയ്തത് അതാണ് ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള മലയാളികളെ എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരു അസോസിയേഷനാണ് വേൾഡ് മലയാളി കൗൺസിൽ. അത് തന്നെയാണ് ഗവൺമെന്റ് ചെയ്തത്. ഇത് മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് നമുക്ക് പറയാനൊരു അവസരം കിട്ടി എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി. ആ മുഖ്യമന്ത്രി അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നല്ല ഒരു സമ്മേളനം വേൾഡ് മലയാളി കൗൺസിലിന്റെ ചരിത്രത്തില്, ഞാൻ 22 വർഷത്തോളം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ ഇതുപോലൊരു സമ്മേളനം കണ്ടിട്ടില്ല. വേൾഡ് മലയാളി കൗൺസിലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുകയും ഗവൺമെന്റ് തലത്തിലും ബിസിനസ് തലത്തിലും എണ്ണപ്പെടുന്ന വ്യക്തികൾ അതിന് സാക്ഷ്യം വഹിച്ചു. സത്യം പറഞ്ഞാൽ അഭിമാനം കൊണ്ട് നമ്മളിങ്ങനെ അങ്ങേയറ്റം നിൽക്കുന്ന ഒരു സമയമാണ്. കാര്യം അവിടെ വന്നിരുന്നവരെല്ലാം കേരളത്തിലെ വലിയ വലിയ SBIയുടെ ആൾക്കാർ പറഞ്ഞ എന്താണ്, എത്രയോ കോടി ബിസിനസ്സുകാരാണ് വന്നിരുന്നത്. ഗൾഫാർ മുഹമ്മദ് അലി, അതുപോലെ തന്നെ മലബാർ ഗോൾഡിന്റെ ചെയർമാൻ, PA ഗ്രൂപ്പിന്റെ ആൾക്കാര്, അതുപോലെ SBIയുടെ ഏറ്റവും വലിയ ആൾക്കാർ, ഇവരെല്ലാം വന്ന് സംബന്ധിച്ച് പോയ ഒരു സമ്മേളനം, അതിഗംഭീരമായ സമ്മേളനം. അതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു. വേൾഡ് മലയാളി കൗൺസിലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ഗ്രാൻഡ് ഫിനാലെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ഒരു സമ്മേളനം ഇന്നുവരെയും ഉണ്ടായിട്ടില്ല. ഇതിനെന്താണ്, നമുക്ക് ചിട്ടയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കിത് കിട്ടിയത്. ഞാൻ ബഹറിൽ വെച്ച് ഈ എന്റെ ഗ്ലോബൽ പ്രസിഡന്റുള്ള സ്ഥാനം ഏറ്റെടുത്ത് ആദ്യം പോയി കണ്ടത് പ്രതിപക്ഷ നേതാവിനെയാണ്. PD സതീശന്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ പോയി കണ്ട്. അങ്ങനെ എല്ലാവരെയും നമ്മൾ കണ്ട്, നമ്മൾ അന്ന് മുതൽ പ്ലാൻ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം ഏത് പ്രതിസന്ധിയും തടഞ്ഞ് എല്ലാ പ്രതിസന്ധി വന്നിട്ടും അതെല്ലാം മാറ്റിയിട്ട് അവർ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന വലിയൊരു മുഹൂർത്തമാണ്. ഞാനിത് പറയുന്നതെന്നറിയോ, ഗ്ലോബൽ സമ്മേളനം കഴിഞ്ഞിട്ട് ആദ്യം കിട്ടുന്ന ഒരു വേദിയാണ് അജമാൻ പ്രൊവിൻസ് ഉണ്ടാക്കിയ ഒരു വേദി. എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ് എനിക്ക് സംസാരിക്കാൻ ഒരു വേദി കിട്ടിയല്ലോ എന്നുള്ളത്. സത്യമാണ്. ഈ ഗ്ലോബൽ കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. ഞാനൊരു ടൂറിലായിരുന്നു. ടൂറ് കഴിഞ്ഞ് ഇപ്പൊ ഇരുന്ന് മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നാളെ എന്ത് സംഭവിക്കുന്നുള്ളല്ലേ കാര്യം, ഇന്നലെ വരെ സംഭവിച്ചത് വേൾഡ് മലയാളി കൗൺസിലിന് അഭിമാനിക്കാവുന്നതാണ്. അതിൽ മിഡിൽ ഈസ്റ്റിന്റെ പ്രസിഡന്റ് അടക്കം മിഡിൽ ഈസ്റ്റിന്റെ എല്ലാ ഭാരവാഹികളും അതിൽ അഭിമാനം. കാര്യം ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ, ഏറ്റവും കൂടുതൽ പ്രവർത്തനം ചെയ്തത് മിഡിൽ ഈസ്റ്റ് ആണെന്ന് എനിക്ക് ഒരു ശങ്കയും കൂടാതെ പറയാൻ പറ്റും. അത്ര ഗംഭീരമായി മിഡിൽ ഈസ്റ്റിന്റെ ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ ആൾക്കാരോട് വന്ന് പ്രവർത്തിച്ചത് അറിയാമോ? അല്ലെങ്കിൽ ഈ സമ്മേളനം ഇങ്ങനെ ആകില്ലായിരുന്നു. ഈ സമ്മേളനം ഇങ്ങനെ ആയതിന്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം മിഡിൽ ഈസ്റ്റ് റീജിയന്റെ ശക്തമായ ഇടപെടലാണ്. അതിന് ഞാൻ ഷൈനെയും അതുപോലെ ഡയസിനെയും പിന്നെ നമ്മുടെ ജെറോയെയും പിന്നെ രാജേഷ്, മിഡിൽ ഈസ്റ്റിന്റെ എല്ലാവരോടും വിമൻസ് ഫോറത്തോടും എല്ലാം ഞാൻ വളരെ നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ സമയത്ത്. കാര്യം ഗ്ലോബൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ നല്ല നടക്കത്തില്ല. ഇത് കൂടെ ഒരു പടയുണ്ടായിരുന്നു എന്നുള്ളതാണ്. പട എന്ന് പറഞ്ഞാൽ ശരിക്കും യുദ്ധം ചെയ്യുന്ന പോലുള്ള ആൾക്കാരാണ് നമ്മളിവിടെ നിന്ന്. എന്ത് പറഞ്ഞാലും ചെയ്തു തരാൻ പറ്റുന്ന, എന്ത് പ്രതിസന്ധി വരുന്നപ്പോഴും അതിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരു ജനത കൂടെ ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ വലിയ സന്തോഷം. ആ ദിവസങ്ങളിലൊക്കെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഓടി വരികയും കാര്യങ്ങളും ചെയ്തു. ആ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വന്നിട്ട് നിങ്ങൾ കണ്ടു കാണും, 1 മിനിറ്റ് അവിടെ ഇരുന്നില്ല. നമ്മൾ അവിടെ കൊണ്ട് അദ്ദേഹം ഇരിക്കേണ്ട വേദിയിൽ കൊണ്ടിരുത്തി. 1 മിനിറ്റ് അദ്ദേഹത്തിന് പാഴായില്ല. അദ്ദേഹം പറഞ്ഞോടെ സെക്രട്ടറിയോട്, ഇത്രയും കറക്റ്റായിട്ട് പുള്ളി വന്ന് ഗവൺമെന്റ് ഓർഗനൈസേഷൻ പോലും ഇത്രയും പുള്ളി വന്നാൽ 5 മിനിറ്റ് ഇരുത്തിയിട്ടേ കയറ്റിയിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ അത്ര നല്ല രീതിയിൽ അത് ആഹ്വാനം ചെയ്തു. അതിന് മിഡിൽ ഈസ്റ്റിന്റെ പ്രസിഡന്റ് അടക്കം, സെക്രട്ടറി അടക്കം, ക്രിസ്റ്റഫർ, അതുപോലെ രാജേഷ് അടക്കം എല്ലാവരും നിരന്തരം ജോലി ചെയ്തു. ആ കസേര പിടിച്ചിടുന്നത് മുതൽ അങ്ങേയറ്റ എല്ലാ പണികളും ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ ഒരു വേദി ഞാൻ അവരെ ഈ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ വേദിയിൽ ഞാൻ അവരെ എല്ലാം എൻ്റെ അഭിനന്ദനങ്ങളും നന്ദിയും ഞാൻ രേഖപ്പെടുത്താണ്. കാര്യം എനിക്ക് ഇപ്പൊ ആദ്യമായിട്ട് കിട്ടിയ ഒരു വേദിയായതുകൊണ്ട് ഞാൻ ഇത്ര ഇമോഷണൽ ആയിട്ട് പറയുന്നത്.
അതിഗംഭീരമായ ഒരു കോൺഫറൻസ് നടത്താൻ വേൾഡ് മലയാളി കൗൺസിലിന് സാധിച്ചു. ചരിത്രത്തിൽ ഇത്രയും വലിയൊരു കോൺഫറൻസ് ഉണ്ടായിട്ടില്ല. അത് സാക്ഷ്യം വഹിച്ചവരെല്ലാം പറഞ്ഞു, പത്രങ്ങൾ പറഞ്ഞു, ഡയസ് ഇപ്പം ആദ്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഈ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നിട്ടിറങ്ങാൻ പറ്റും. ഒരു കാര്യമാണ്, ഇപ്പം WMCക്ക് 2 പ്രാവശ്യം ഒരു ഡിസിഡന്റ് ഗ്രൂപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അവരിൽപ്പെട്ട ആൾക്കാർ, ഭൂരിപക്ഷം ആൾക്കാരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒറിജിനൽ ആണെന്ന് ഇനി ഞങ്ങൾ എന്തിനാ പറയണ്ടേ? ഓൾറെഡി കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചോതിയില്ലേ, പ്രതിപക്ഷ നേതാവ് വിളിച്ചോതിയില്ലേ, ഗവൺമെന്റ് അധികാരികൾ വിളിച്ചോതിയില്ലേ, ഏറ്റവും വലിയ ബാങ്കായ SBI വിളിച്ചോതിയില്ലേ, മലബാർ ഗോൾഡ് പോലെ ഗോൾഡിൽ ഏറ്റവും വലിയ കമ്പനിയായ അവര് വിളിച്ചോതിയില്ലേ, നമുക്ക് പരസ്യം തന്നുകൊണ്ട്. അപ്പൊ ഇതൊരു വലിയ അഭിമാനത്തിന്റെ മഹത്വമാണ്. അതിന് വേണ്ട ഷൈന ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. മിഡിൽ ഈസ്റ്റിന്റെ എൻ്റയർ ടീം, ഒരു സംശയവുമില്ല, എൻ്റെ കൂടെ മുണ്ട് മടക്കി കൊടുത്തിക്കൊണ്ടാണ് അവർ വന്നത്. അതുകൊണ്ട് എല്ലാവിധ നന്ദിയും ഷൈൻ ഓൾ യുവർ ടീം ഉണ്ടെന്നു. പിന്നെ സ്വാതന്ത്ര്യ ദിനം നമ്മൾ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ആഘോഷിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അനിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളൊരു തോന്നൽ വരുന്നത്. അപ്പൊ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ അനിക്കാതെ എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, പ്രകൃതിയെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും, ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. വരും തലമുറയ്ക്ക് നമ്മൾക്ക് ഈ ഭൂമി അവർക്കൂടുള്ളതാണ്. അതുപോലെ ഈ ഭൂമിയിൽ നമ്മൾ മാത്രമല്ല, ഒരുപാട് ജീവജാലങ്ങളുണ്ട്, അവർക്ക് ജീവിക്കേണ്ട ഭൂമിയാണ്. അതിനെ നശിപ്പിച്ച് കളയരുതെന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് നല്ല ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകളെല്ലാം നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. പ്രകൃതി സംരക്ഷണത്തെയും അതിന്റെ ഇമ്പോർട്ടൻസിനെയും സാർ വീണ്ടും ഓർമ്മിപ്പിച്ചു. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്പീച്ച്. താങ്ക് യു സോ മച്ച് സാർ. നെക്സ്റ്റ് നമുക്കൊരു സോങ് എൻജോയ് ചെയ്യാം. ഒരു ദേശഭക്തി ഗാനം അവതരിപ്പിക്കുന്നത് അജ്മാൻ പ്രോവിൻസിന്റെ ടീമാണ്. പാടിയിരിക്കുന്നത് മിസ്റ്റർ ബിജോ കളിക്കൽ, മിസ്റ്റർ ഡേവിഡ് ഗീവർഗീസ്, മിസ്റ്റർ കിരൺ ബൈജു, മിസ് അനുഗ്രഹ ഡേവിഡ്, മിസ് ബിയ ബിജോ, മിസ് ജൂലിയ ബിജോ ആൻഡ് മിസ് സ്വപ്ന ഡേവിഡ്. നമുക്ക് ആ സോങ് എൻജോയ് ചെയ്യാം. ഓർമ്മകളിൽ പോരടിച്ചവർ തന്നുപോയത് സ്വാതന്ത്ര്യം. സ്നേഹമുഴങ്ങൾ വിഭജനത്തിന്റെ സ്വരമുയർത്തുന്ന കലകളെ മുറിക്കുള്ളിടാം. ഭാരതം നാടിനുണരുന്നു, ജയഗീതം പടരുന്നു.
പുതുജീവൻ പകരുന്നു. ഇടനെഞ്ചിൽ വേരോടും കനലാടും ഓർമ്മകളെ ചുരുമിഴിനീർ പൂക്കൾ കൊണ്ടിന്നേകാം അഭിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാണ് ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണ് എല്ലാരും. നമ്മളൊന്നെന്ന വാക്കാണ് ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണ് എല്ലാരും. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. നമ്മൾ ഒന്നെന്ന വാക്കാണ് ഭാരതാംബയ്ക്ക് പ്രിയമേറെ. താങ്ക്സ് ടു അവർ ടീം ഫോർ സച്ച് എ ഗ്രേറ്റ് സോങ് ആൻഡ് റെൻഡറിംഗ്. താങ്ക് യു ആൾ. നെക്സ്റ്റ് നമ്മുടെ കീനോട്ട് അഡ്രസ്സിനായി അവർ മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് മിസ്റ്റർ ഷൈൻ ചന്ദ്രസേനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഡയസിരിക്കുള, ഏറെ ആദരണീയനായ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തായി, മറ്റു ബഹുമാന്യരെ, അക്കാഫ് അസോസിയേഷന്റെ വലിയൊരു സ്വാതന്ത്ര്യദിന പരിപാടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. 2 പിക്കപ്പ് സാധനം ഉണ്ടായിരുന്നു. ലേബർ ക്യാമ്പിൽ കംപ്ലീറ്റ് ഇറക്കി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം മര്യാദയ്ക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഒക്കാത്തൊരു സാഹചര്യമായിരുന്നു. ഞാൻ ഓടി വീട്ടിൽ വന്ന് കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച, എനിക്ക് തോന്നി 42 പ്രോവിൻസുകളിൽ ഒരു പ്രോവിൻസ് പോലും ഈ 78ാം ഇന്ത്യൻ വാർഷികം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല. അപ്പൊ അതിൽ ഡയസിനും അതുപോലെ ആദരണീയനായ പ്രസിഡന്റ് തോമസ് ഉമ്മൻ സാറിനും ഏറെ അഭിമാനിക്കാം. അജ്മാൻ പ്രോവിൻസ് വളരെ മുൻവിധിയോടുകൂടി ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അതിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കുകയും കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് വളരെ ശക്തനായി വന്നിരിക്കുന്ന ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി സാറിനെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെ പറയണമെന്നറിയില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇലക്ഷൻ ഗ്ലോബൽ കോൺഫറൻസ് കഴിഞ്ഞിട്ട് ആദ്യമായി കൂടുന്നൊരു മീറ്റിംഗ് ആണ്. ഇന്ത്യൻ ദേശീയത എല്ലാം അറിയാം. ഇന്ത്യയിൽ കടന്നു കയറിയ ഈ കൂട്ടങ്ങൾ ആദ്യം പോർച്ചുഗീസുകാർ വന്നു, അത് കഴിഞ്ഞ് ഡച്ചുകാർ വന്നു, അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു. നമ്മളെ വിഭിന്നങ്ങളായ സമ്പത്തും എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സുഗന്ധ ദ്രവ്യങ്ങൾ, അതുപോലെ ഗോൾഡ് എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നൊരു കൂട്ടർ. അതിനുശേഷം വന്ന ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിൽ നടമാടിയ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മഹാത്മജി ആഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മുഴുവൻ സ്വയം സംഘടനാ പ്രവർത്തകനായി മുന്നോട്ട് വരികയായിരുന്നു. ഓരോ സമര പോരാട്ടങ്ങളും അഹിംസയുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ ഒരു സമരത്തെ നേരിടാം, നിസ്സഹകരണ പ്രസ്ഥാനം, സത്യാഗ്രഹ എങ്ങനെ നടത്താം. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു പരിപാടി ഒരു വൻ വിജയമാക്കുവാൻ ബാപ്പുജിക്ക് കഴിഞ്ഞു. ഒരാൾക്ക് പോലും അങ്ങനെ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം കൊണ്ട് ഒരു സമരം വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിസ്സഹകരിക്കുക എന്നുള്ളത് കൊണ്ട് ഒരു ഗവൺമെന്റിനെ മുട്ടുകുത്തിക്കുവാൻ മഹാത്മജിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അത് ക്വിറ്റ് ഇന്ത്യ സമരം, 1942 നടത്തിയ ക്വിറ്റ് ഇന്ത്യ സമരം, അങ്ങനെ ഓരോ സമരങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് നടപ്പിലാക്കിയ സമരങ്ങൾ നമ്മൾ വായിച്ച് പഠിച്ചാൽ ആ മനുഷ്യനെ എത്ര കാലം നമ്മൾ നെഞ്ചിലേറ്റിയാലും മതിയാകില്ല. നമ്മൾ ഇന്ന് കാണുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാം കാരണഭൂതൻ അദ്ദേഹമായിരുന്നു. എത്ര വർഷങ്ങളാണ് ബാപ്പുജി ആയാലും നെഹ്റുജി ആയാലും അതുപോലെ എല്ലാവരും ജയിലിൽ കിടന്നത്. അവർക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് ഇന്ത്യ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ
ചോദിച്ചത് നിങ്ങൾ ഈ വിലക്ക് തരുമെന്നാണ് മൗണ്ട് ബാറ്റന്റെ അടുത്ത്. അപ്പൊ അത്രയധികം സമ്പത്തുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന നെഹ്റുവാണ് വർഷങ്ങളോളം ജയിലിൽ കിടന്നത്. ജയിലിൽ കിടന്നുകൊണ്ട് തൻ്റെ ഒരു മകക്ക് നമ്മളെല്ലാം ഈ സമയത്ത് മക്കളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ജയിലിൽ നിന്നാണ് ലെറ്റർ എഴുതി പുള്ളി ഇന്ദിരാ പ്രിയദർശിനിക്ക് ലെറ്റർ എഴുതുന്നത്. അത്രയധികം കഠിനമായ വേദനകളും ബുദ്ധിമുട്ടുകളും സഹിച്ച്, വ്യക്തിപരമായ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച്, സമ്പത്ത് സഹിച്ച് ആണ് ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിനെ ഈ നിലയിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. 1947 അർദ്ധരാത്രി മൗണ്ട് ബാറ്റനിൽ നിന്നും അദ്ദേഹം ഈ പതാക കൈമാറിക്കൊണ്ട് ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നെഹ്റുജി ഇതിന്റെ ആദ്യ പ്രധാനമന്ത്രിയാവുമ്പോൾ എത്രയധികം ആഹ്ലാദ ചിത്രരായിരുന്നു ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. ആ സമയത്താണ് ഇന്ത്യയെ വെട്ടിപ്പടർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ വേറെ നമ്പർ കാണിച്ചുകൊണ്ട് ഇന്ത്യയെ രണ്ടാക്കിക്കൊണ്ട്, ഇന്ത്യയിൽ വലിയൊരു വർഗീയ ലഹള തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയെ വിഭജിക്കുന്നത്. മതേതരത്വം എന്ന് പറയുന്ന ആ ഒറ്റ പോയിന്റിൽ ഊന്നിക്കൊണ്ട് ഇന്ത്യയുടെ എല്ലാ വിഭിന്നങ്ങളായ ഭാഷകൾ, വിഭിന്ന ജാതികൾ, വിഭിന്ന മതങ്ങൾ എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സമരം സംഘടിപ്പിക്കണം. ഫോണില്ല, ഫ്ലൈറ്റ് ഇല്ല, ഒരു ട്രെയിനിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ട് അർത്ഥനഗ്നനായി ഈ രാജ്യം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ഒരു വലിയൊരു സമ്പത്തുള്ള രാജ്യത്തിനോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഒരു സംഘടന, ഒരു പ്രസ്ഥാനം, അത് നമ്മൾ ചിന്തിക്കാൻ കഴിയുമോ? നമ്മൾ ഈ കാലത്ത് എവിടെയെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ? കേരളത്തിൽ ഇന്ന് ഈ പ്രസ്ഥാനത്ത് ഈ പരിപാടി സംഘടിപ്പിക്കണം, ഈ പ്രക്ഷോഭണം സംഘടിപ്പിക്കണമെന്ന് വിളിച്ചു പറയാൻ എങ്ങനെ കഴിയും? എവിടെ ഫോണുണ്ടാവും? ഫോണുള്ളിടത്ത് ഓടി എത്താനും അത് ഏറ്റെടുക്കുവാനും അത് ആ സമരം വിജയിപ്പിക്കുവാനും ആർക്ക് കഴിയും? ഒന്ന് ചിന്തിച്ചു നോക്കുക. അന്ന് കേരളത്തിലെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ ശക്തമായ സമരങ്ങളിലൂടെ പിടിച്ചെടുത്തൊരു ഒരു സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന്റെ എന്താണ് അതിന്റെ പ്രകാശം, അതിന്റെ നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എത്രത്തോളം ശക്തമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പം കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അത്രയധികം ബുദ്ധിമുട്ടുകളും ആ വാഗൺ ട്രാജഡിയിൽ എത്ര പേരാണ് മരിക്കുന്നത്, നമ്മളൊക്കെ ചിന്തിക്കാൻ കഴിയുമോ? ഇത്രയും പേരെ അടച്ചുപൂട്ടി കൊല്ലുന്നൊരവസ്ഥയെപ്പറ്റി. അപ്പൊ അത്രയധികം ത്യാഗങ്ങൾ സഹിച്ച, ഇപ്പോഴും അജ്ഞാതരായിട്ടുള്ള ഒരുപാട് പേരുടെ ജീവൻ കൊണ്ട് കിട്ടിയ ഒരു സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കുമുണ്ട്. ഇപ്പോൾ നടക്കുന്നത് മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള രാഷ്ട്രീയം, അതിൻ്റെയൊക്കെ അപ്പുറമായി ഈ ബാപ്പുജി എന്തിനു വേണ്ടി ഇത് നേടിയെടുത്തു, അദ്ദേഹത്തിന്റെ ജീവൻ എന്തിനു വേണ്ടി കളഞ്ഞു, അതിനൊക്കെ അപ്പുറമായിട്ടുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നു. ആദ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് AKG ഗോപാലനെ കൊണ്ടുവരുന്നത് 2 വോട്ട് മാത്രമുള്ള AKGയെ അദ്ദേഹം വണ്ടി ഓടിച്ച് വരുമ്പോഴത്തേക്ക് നടന്നുപോയാണ് AKG. വണ്ടിയിൽ വിളിച്ച് കയറ്റിയാണ് പ്രതിപക്ഷ നേതാവും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും പോകുന്നത്, യാത്ര ചെയ്യുന്നത് പാർലമെന്റിലേക്ക്. അത്രയധികം ആ ഒരു സന്ദേശമാണ് അദ്ദേഹം ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് 5ാമത്തെ നിരയിൽ തള്ളിക്കേറിയിരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സ്വാതന്ത്ര്യ സമര സന്ദേശം പ്രധാനമന്ത്രി കൊടുക്കുമ്പോൾ 5ാമത്തെ നിരയിൽ ഇരിക്കുന്നു അഭിമന്യനായ പ്രതിപക്ഷ നേതാവ്. ഈ അവസ്ഥയിൽ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനെ നമ്മൾ ബഹുമാനിക്കണം. അത് പ്രതിപക്ഷമായാലും AKGക്ക് 2 വോട്ടേ ഉള്ളൂ CPM-ന്, എന്നിട്ട് പോലും അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുത്തു. ഒരു 40% ഇല്ല. 2 വോട്ട് മാത്രം ഉണ്ടായിരുന്ന CPM-ന് പ്രതിപക്ഷ നേതാവായി കൊടുത്തുകൊണ്ട് AK ഗോപാലൻ എന്ന് പറയുന്ന പാവപ്പെട്ടവരുടെ പടത്തലവനായ നേതാവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് നെഹ്റുജി കാണിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ നെഹ്റുവിനെ പറ്റി വാദോരാതെ പറയുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന നെഹ്റുവിനെ പറ്റിയാണ്. അത്രയധികം ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ ഒരു ഭരണാധികാരി. ചൈന ആക്രമിക്കുമ്പോഴൊന്നും നമ്മളിൽ ഒന്നുമില്ല. ആ അവസ്ഥയിൽ നിന്നാണ് ആ പാകിസ്ഥാനെ തുരത്തുന്ന അവസ്ഥയിലോട്ട് നമ്മൾ എത്തുന്നത്. ശക്തമായ ഭരണാധികാരിയായിട്ട് ഇന്ദിരാ ഗാന്ധി വരുന്നു. അതിനുശേഷം അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ജനത്തിനെ മുഴുവൻ എതിരാക്കുന്നു. ജനം മുഴുവൻ അവർക്കെതിരെ വോട്ട് ചെയ്യുന്നു. അവർ തന്നെ സമ്മതിച്ച് തിരിച്ചു വരുന്നു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യമാണ് ഈ കാണുന്നത്.
നമ്മൾ അനുഭവിച്ച സൗഭാഗ്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ജാതിക്കും മതത്തിനും അതീതമായാണ് ഇന്ത്യയെ കാണേണ്ടത്. അത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ളിടത്ത് ഹിന്ദു ഭരണാധികാരി വരണം എന്നുള്ളതല്ല. ഇന്ത്യയുടെ മനസ്സും മതേതരവും അങ്ങനെയല്ല. ഒരു ഭൂരിപക്ഷം ഒരു സമുദായം ഉണ്ടെങ്കിൽ അവർ ഇന്ത്യ ഭരിക്കട്ടെ എന്നുള്ളതല്ല. ഇവിടെ ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രസക്തിയും പ്രതാപവും ശക്തമായി മുന്നിൽ കാണിക്കുന്ന ഒരു സംഭവമാണ്. ഈ 78 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യ വളരെ ശക്തമായി തന്നെ ഇപ്പോഴും നിൽക്കുന്നു. അത് നരേന്ദ്രമോദി ആയാലും അതുപോലെ രാജീവ് ഗാന്ധി ആയാലും അത് മൻമോഹൻ സിംഗ് ആയാലും അവരുടേതായ കഴിവുകൾ എത്ര അധികം എക്സ്പ്ലെയിൻ ചെയ്യാനും മതിയാവില്ല. ഓരോ ഭരണാധികാരിക്കും അവരുടേതായ കഴിവുകളുണ്ട്. പക്ഷേ ഈ കഴിവുകൾ ജനാധിപത്യത്തിൽ പാർലമെന്റിൽ കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട്. അത് പ്രതിപക്ഷത്തിനെ ആ ലെവലിൽ കാണുക. അത് എക്സ് ആയാലും വൈ ആയാലും ആര് പ്രതിപക്ഷത്തിരുന്നാലും പ്രതിപക്ഷത്തിനെ ആ ഒരു അംഗീകാരം കൊടുക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുക. പാർലമെന്റിൽ നടക്കുന്ന സംവാദങ്ങളുടെ ഭാഗമായി പ്രതിപക്ഷവുമായി നമുക്ക് ചേർച്ചയുണ്ടാവും. മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ WMCയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഞാനും ജോൺ മത്തായി സാറും കടിച്ചു കയറാറുണ്ട്. പക്ഷെ മീറ്റിംഗ് കഴിഞ്ഞ് നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. അപ്പൊ ആ ഒരു അനുഭവമാണ് ഇന്ത്യൻ പാർലമെന്റിലായാലും അതുപോലെ കേരളത്തിൽ അസംബ്ലിയിലായാലും എല്ലാവരും പാർലമെന്റിന് പുറത്താകുമ്പോൾ വളരെ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നവരാണ്. പക്ഷെ അതും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ താഴ്ത്തിക്കെട്ടേണ്ട അതല്ല രാഷ്ട്രീയം. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, ഞാൻ ശക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയം പറയുകയല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ശക്തമായ ഭരണാധികാരികൾ ഒരു റീതിങ്കിന് തയ്യാറാവണം. അദ്ദേഹം നല്ല രീതിയിൽ ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ട കൃത്യമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ളൊരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഇലക്ഷൻ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുകയും ന്യൂനപക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് വേണമെന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മഹാത്മജി കാണിച്ചു തന്ന അങ്ങനെയുള്ളൊരു പാതയല്ല നമുക്ക്. എല്ലാവരും ഒന്നാവണം എന്നുള്ളത്. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ മുസ്ലിമും ക്രിസ്ത്യാനിയുടെയും എല്ലാം ചോറിന്റെ പാത്രത്തിൽ നമ്മൾ ഒന്നിച്ചാണ് കഴിക്കുന്നത്. ആ ഒരു അവസ്ഥ ഇപ്പൊ ഇല്ല. അവിടെ ഹിന്ദു എന്ന് മുസ്ലിം ആരെന്നും ക്രിസ്ത്യാനി ആരെന്നും നമ്മൾ സംസാരിക്കാറില്ലായിരുന്നു കോളേജിൽ. ഇപ്പൊ നമുക്ക് ഇരിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. നമ്മളെ കോളേജ് കാലഘട്ടങ്ങളിലൊന്നും നമ്മളെ മനസ്സിലൊന്നും ഒരു ജാതി ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും ജാതി ചിന്ത ആയിപ്പോയി. ചിലർക്ക് അവർക്ക് ഓവർ കോൺഫിഡൻസ്, ചിലർക്ക് ബുദ്ധിമുട്ട്. അയ്യോ നാളെ നമ്മൾ ഈ രാജ്യത്തിന് പുറത്താകുമോ, അതുകൊണ്ട് നമ്മൾ സംഘടിക്കണമെന്ന് അവർക്ക് തോന്നുന്നു. ചിലർക്ക് ധൈര്യമൗറും വീണ്ടും വീണ്ടും എന്തോ ആയിപ്പോണം. അതൊക്കെ അത് ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാനൊന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നിലപാടെടുത്താൽ ആ നിലപാടിലോട്ട് എൻ്റെ അണികൾ കോടിക്കണക്കിന് വരുന്ന അടികൾ പോവും എന്ന് കണ്ട് ഭരണാധികാരികൾ ചില മാന്യതകൾ പുലർത്തേണ്ടതാണ്. ആ മാന്യതകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാലും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയാലും കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതനുസരിച്ചായിരിക്കണം ബാക്കിയുള്ള അണികളും ചലിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എങ്ങനെ നിൽക്കണം എന്ന് അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ അതിനപ്പുറമായി വികാരപ്രദരായി നിൽക്കുന്ന ഒരു വലിയൊരു അണികളുണ്ട് എന്ന് മനസ്സിലാക്കി മാത്രം അദ്ദേഹം പെരുമാറണമായിരുന്നു. ഈ 78ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അജ്മാൻ പ്രോവിൻസ് ആഘോഷിച്ചതിന് നേതൃത്വം നൽകിയ എല്ലാവരും ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഗ്ലോബൽ കോൺഫറൻസിനെ പറ്റി 2 വാക്ക് പറയാൻ, ആദ്യമായി ഗ്ലോബൽ കോൺഫറൻസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വേദിയിൽ ഈ മിഡിൽ ഈസ്റ്റ് നമ്മുടെ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ആൾക്കാർ ഇപ്പോഴാണ്. അത്രയധികം വളരെ ശക്തമായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങളും. മിഡിൽ ഈസ്റ്റ് റീജിയന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്നറിയില്ല. അത്രയധികം ആത്മാർത്ഥമായിട്ടുള്ളായിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ എന്ത് തീരുമാനമെടുക്കുന്നു അത് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. മുഴുവൻ ചലിപ്പിച്ചത് അവിടെ നമ്മളായിരുന്നു. അവിടെ ഇന്ത്യ റീജിയൻ ഹോസ്റ്റ് ചെയ്താണെങ്കിലും മുഴുവൻ പരിപാടികൾ നടത്തിയതും 33 ലക്ഷം രൂപ അവിടെ എത്തിച്ചതും നമ്മളാണ്. നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റ് ആണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. അതുപോലെ ഈ പരിപാടിയുടെ കംപ്ലീറ്റ് മുന്നിൽ നിന്ന് നയിച്ചത് ഞാനായാലും ജെറോ ആയാലും രാജേഷ് ആയാലും ക്രിസ്റ്റഫർ ആയാലും ഡയസ് ആയാലും എല്ലാം മുൻനിരയിൽ നയിച്ചത് നമ്മൾ തന്നെയായിരുന്നു. നമ്മൾ ത്രൂ തന്നെയാണ് മുഴുവൻ കാര്യങ്ങൾ നടക്കുന്നത്. ഈ ഇവന്റിന്റെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ തരാം. ഗ്ലോബൽ കോൺഫറൻസ് മുഖ്യമന്ത്രി പങ്കെടുക്കും എന്നുള്ള വ്യക്തമായി കഴിഞ്ഞു. മുഖ്യമന്ത്രി ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല ഈ പറഞ്ഞ ദുരന്തം വന്നതുകൊണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റും ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റഫറും കൂടെ CMന്റെ ഓഫീസിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോ അദ്ദേഹത്തിന് കൊടുക്കുന്ന അംഗീകാരം
നമ്മളെ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി സാറിന് ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് CM അവിടെ വന്നത്. അതുപോലെ നമ്മൾ 5 വീടുകളുടെ താക്കോൽ ദാനവും, ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്രയധികം ദുരന്തം കേരളത്തിൽ വ്യാപിച്ചിരിക്കുമ്പോൾ ഒരു പരിപാടിയിലും പങ്കെടുക്കാതിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ്. എനിക്ക് ഏറെ അഭിമാനമുണ്ട്. കാര്യം നമ്മുടെ റീജിയന്റെ ഭാഗമായിരിക്കുന്ന ഒരു പ്രസിഡന്റ്, അദ്ദേഹം ആദരണീയനായി മുഖ്യമന്ത്രിക്ക് തോന്നിയിരിക്കുന്നു. അതുപോലെ ഇത്രയും ഒരു ചാരിറ്റി 50 ലക്ഷം രൂപയുടെ 5 വീടുകൾ അവിടെ മുഖ്യമന്ത്രിയുടെ കൈകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞു. അത് നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിനെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് ഈ 5 പ്രോവിൻസുകളും നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് അറിയിച്ചുകൊണ്ട് വരികയും സമയമധ്യതമായി 2 വീടുകൾ തീർത്തു, ബാക്കിയുള്ള വീടുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഈ ഒരു ഇനിഷ്യേറ്റീവ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ പരിപാടി പുള്ളി പങ്കെടുക്കുമെന്ന് ജോൺ മത്തായി എടുത്ത് നേരിട്ട് പറയുകയാണ്. എന്നിട്ട് അതിൽ അപ്പൊ പത്രക്കാരെല്ലാം അന്തം വിട്ടുപോയി. പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് 3 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഇത് 1.25 മണിക്കൂർ സംസാരിക്കുകയാണ് അദ്ദേഹം. എഴുതിക്കൊണ്ട് വായിച്ചിട്ട് ശേഷം അല്ലാതെയും സംസാരിക്കുകയായിരുന്നു. അത്രയധികം നമ്മളെ സംഘടനയെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി സാറിനെയാണ്. ഈ കോൺഫറൻസുമായി ബന്ധപ്പെട്ട് 3 മാസത്തിന് മുമ്പേ നമ്മുടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അന്ന് തൊട്ട് അദ്ദേഹത്തിന് ഉറക്കമില്ല. നിരന്തരം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എനിക്ക് വന്ന് 10-15 പ്രാവശ്യം നമ്മൾ ഈ ടീമുമായിട്ടെല്ലാം വിളിക്കും. ഈ മുൻനിരയിൽ നിൽക്കുന്നവരെല്ലാം കാണും. ആ രീതിയിൽ അത്രയും പെയിൻ എടുത്തുകൊണ്ട് ഒരു നേതാവ് എങ്ങനെയാണ് എന്ന് കൃത്യമായി ആൾക്കാരൊക്കെ മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ് സത്യം. വളരെ ശക്തനായി കഴിഞ്ഞ വർഷത്തെ 2 വർഷം ഉണ്ടായിരുന്ന പ്രസിഡന്റ് അല്ല ജോൺ മത്തായി. ഇപ്പോൾ ഏറെ ശക്തനായി ശക്തി തെളിയിച്ചുകൊണ്ട് തന്റെ ശക്തി എന്താണെന്ന് വേൾഡ് മലയാളി കൗൺസിലിനെ ശക്തമായി മനസ്സിലാക്കിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരാൾ മാത്രം ഇത് ഇന്ന് ടോക്ക് ഓഫ് ദി ടൗൺ ആണ്. അക്കാബിന്റെ പരിപാടികളിൽ ചെന്നാലും ഇന്നലെ നമ്മളൊരു വലിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരും 1/2 മണിക്കൂർ വെച്ച് ഇതിനെപ്പറ്റി സംസാരിക്കും. എങ്ങനെ വന്നു ഇത്രയും CM-ഉം ഇത്ര മന്ത്രിമാരും ഓപ്പോസിഷൻ ലീഡറും ഇത്രയും പേരെ എങ്ങനെ എത്തിച്ചു എന്നുള്ളതിനെ പറ്റിയായിരുന്നു ഈ സമയത്ത്. അപ്പൊ അത് പിന്നെ അതുപോലെ സംഘടിപ്പിച്ചതിനുള്ള കഴിവ്, ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നിന്ന് 125 പേരെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയായിരുന്നു. നമ്മളെ കോൺഫറൻസ് ആണ്, നമ്മളെ വെന്യൂ, നമ്മളാണ് അത് കൺട്രോൾ ചെയ്തതും എല്ലാം. തലേ ദിവസം എല്ലാം കഴിഞ്ഞൊരു 12 മണിയായി, എല്ലാവരും ഉറങ്ങാൻ പോവുകയാണ്. ഞാനും ജോൺ മത്തായി സാറും ഗോപാലപിള്ളയും രാജേഷും ക്രിസ്റ്റഫറും ഡയസാറും ജെറോയും ഉണ്ട്. ഒന്ന് ഓഡിറ്റോറിയം കാണാൻ എന്ന് പറഞ്ഞിട്ട് മോളിലോട്ട് കയറാം. മോൾ പോണോ? അപ്പൊ ജെറോ പറഞ്ഞ് പോയേ ഒക്കൂ. ചെന്നപ്പം നോക്കിയപ്പോൾ ഒരു നമ്മളെ അജ്മാൻ പ്രോവിൻസ് മീറ്റിംഗ് നടത്തില്ല, അതുപോലെ ഒരു സ്റ്റേജ് ഉണ്ടാക്കി വെച്ചേക്കുക. വീതി ഒരു 16 അടി. അവിടെ അത് മുഖ്യമന്ത്രി കണ്ടാൽ കയറുമ്പോഴേ ഇറങ്ങി ഓടും. അപ്പോഴത്തന്നെ ഒരു തീരുമാനമെടുത്തു. 4 അടി എന്ന് സാറ് പറഞ്ഞു. ഞാൻ 4 അടി പോലെ വീതി, 16 അടി വീതി വെക്കണം, 8 അടി വീതി വേണം ഫുള്ള്. ആ രാത്രി ഫുൾ ആ സ്റ്റേജിന്റെ മാറ്റിമറിച്ചു. ആ സ്റ്റേജ് മാറ്റിമറിച്ച ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി വിജയിക്കാൻ കാര്യം. ഇതൊക്കെ ദൈവമായിട്ട് കിട്ടുന്ന ഒരു ഭയങ്കര ഇതാണ്. നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ വർഷങ്ങളായി ഒരു 10-15 ഇവന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അക്കാഫിലായാലും വേൾഡ് മലയാളി കൗൺസിലായാലും കോളേജ് അലുമിനികളായാലും പ്രാദേശിക സംഘടനയിലായാലും നമ്മൾ ചെയ്യുന്ന എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, വളരെ വലുതാണ്. രാജേഷ് പിള്ള എന്ന് പറയുന്ന അസോസിയേറ്റ് സെക്രട്ടറി എന്താണ് അദ്ദേഹത്തിന്റെ കഴിവെന്ന്, അദ്ദേഹത്തിന് അസോസിയേറ്റ് സെക്രട്ടറി ആകുമ്പോൾ ഒരു അസോസിയേറ്റ് സെക്രട്ടറി വേണം. നമ്മൾ വരുമ്പോഴത്തേക്ക് മിഡിൽ ഈസ്റ്റ് റീജിയന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ക്രിസ്റ്റഫർ, നമ്മളെ ഈ സംഘടനയെ കൊണ്ടുവരുന്ന ആളാണ്, ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇതൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ അസോസിയേറ്റ് സെക്രട്ടറി വേണമെന്ന് ജോൺ മത്തായി സാർ പറഞ്ഞപ്പോൾ ഞാൻ രാജേഷ് പിള്ളയുടെ നിർദ്ദേശിച്ചു. രാജേഷ് പിള്ള ആയി. ആ രാജേഷ് പിള്ള ആയിരുന്നു ഈ 2 വർഷം ഇതിനെ നയിച്ചത്. ചില പ്രത്യേക കാര്യങ്ങളാൽ രാജേഷ് പിള്ളയ്ക്ക് സെക്രട്ടറി സ്ഥാനത്ത് ആവാൻ കഴിയാത്തതുകൊണ്ടാണ് അതിന് നോമിനേഷൻ കൊടുക്കാറുന്നത്. അത്രയധികം പണി ചെയ്ത ഒരു വ്യക്തിയാണ്. എന്നിട്ടും ഈ ഇവന്റ് മുഖ്യമന്ത്രി വരുന്ന തലേ ദിവസം ഈ പരിപാടി പങ്കെടുക്കാനായിട്ടിരുന്ന അദ്ദേഹത്തിന്റെ പരിപാടി പങ്കെടുക്കാൻ ഒരുങ്ങാനായിട്ട് ടോയ്ലറ്റിൽ കയറിയ രാജേഷ് പിള്ളയുടെ വൈഫ് വീണ് തല പൊട്ടി, ഭയങ്കര ഇഞ്ചുറിയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ്. രാജേഷ് എന്റെ മനസ്സ് കംപ്ലീറ്റ് അവിടെയും ഇവിടെയായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പോലും രാജേഷ് പോകുന്നില്ല. നമ്മൾ ആരൊക്കെ ആണെങ്കിലും പോവില്ലേ? ഇത്രയധികം ഉത്തരവാദിത്തങ്ങൾ തലയിലിരിക്കുന്നു. ആ ഉത്തരവാദിത്വം അവിടെ കൃത്യമായി നിർവഹിക്കേണ്ട ഒരാൾ പോലും പറയാത്ത കാര്യമാണ്. ലാസ്റ്റ് എക്സിക്യൂട്ടീവ് ഞാൻ പറയാനായിട്ടിരുന്നത് ഞാൻ വിട്ടുപോയി. രാജേഷ് പിള്ള ചെയ്ത കാര്യങ്ങൾ ഒരാൾ പോലും പറയാത്ത കാര്യമാണ്. ജോൺ മത്തായി സാറും മറ്റു ഗോപാലപിള്ളയും അവിടെ തീർന്നു എന്ന് വിചാരിച്ചാൽ മതി.
അവരുടെ 2 വർഷം ചെയ്ത എന്തൊക്കെ അവർ ചെയ്തു, അവരെ മാൻഡേറ്റ് അവർ ചെയ്ത പ്രോഗ്രസ് കാർഡ് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കേണ്ട സമയമാണ്. ആ സമയത്ത് രാജേഷ് പിള്ള പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അത്രയധികം ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ് വരുന്നത്. പക്ഷെ ഇനി നടക്കില്ല അത്. ഇനി ഈസി ആയിട്ട് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ്, ഗ്ലോബൽ വൈസ് ചെയർമാൻ, മിഡിൽ ഈസ്റ്റ് സെക്രട്ടറി ഇങ്ങനെയൊന്നും ആവാൻ കഴിയില്ല. ഇത്തവണ ജോൺ മത്തായി സാറിന്റെ ഇതുകൊണ്ട് നമ്മൾ വിട്ടുകൊടുത്തതാണ്, ഞാൻ വിട്ടുകൊടുത്തതാണ്. നിലപാടുകളാണ് നമ്മൾ എടുക്കുന്ന നിലപാടുകൾ സത്യസന്ധമായി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആൾക്കാർ വളരെ ആത്മാർത്ഥമായി നിൽക്കും എന്നുള്ളതിന്റെ ഉറച്ച ഒരു സംഭവമാണെന്ന് കണ്ടത്. നമ്മൾ ആത്മാർത്ഥമായി കിളയിലുകാരാണ്. അവിടെ ഇപ്പൊ ബഹറിനിൽ പോയി നമ്മൾ കളച്ചു. തിരുവനന്തപുരത്തും പോയി 6-7 ദിവസം 20 ദിവസം ലീവിന് നാട്ടിൽ പോയതാണ് ഞാൻ. 7-8 ദിവസം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ജോൺ മത്തായി സാറ് കോടീശ്വരനാണ്, സ്വന്തമായ കമ്പനി ഉണ്ട്, ഒരു പ്രശ്നമില്ല. നമ്മളങ്ങനെ അല്ലല്ലോ. നമ്മള് ഒരു 20 ദിവസത്തേക്ക് പോയി 7 ദിവസം തിരുവനന്തപുരത്ത് പോയി ഇതിന്റെ പുറകേ ആയിരുന്നു. പക്ഷെ സാറിന് അഭിമാനിക്കാം, നിവർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി തന്നെ എടുത്തു. ഇവിടെ കഷ്ടപ്പെട്ട് വരുന്ന ഇതാണ് അജ്മാൻ പ്രോവിൻസ് ആയാലും ഫിദറ പ്രോവിൻസ് ആയാലും അവിടെയൊക്കെ 10,000 20,000 ഇട്ട് ഒരു വീടുണ്ടാക്കി 8 ലക്ഷത്തിന്റെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി സംഘടനാ പ്രവർത്തനം നടത്തി ശക്തമായി കഴിവ് തെളിയിച്ചൊരു സംഘടനാ പാഠമുള്ളൊരു പ്രോവിൻസുകളാണ് ഇവിടെ ഉള്ളത്. അതിന്റെ ബലത്തിനാണ് നമ്മൾ ഈ കളിക്കുന്നതും ഈ ശക്തി നമ്മൾ കാണിക്കുന്നത്. പ്രോവിൻസുകളാണ് നമ്മുടെ ശക്തി. അത് നമ്മൾ എടുക്കുന്ന നിലപാടുകൾ കൊണ്ടാണ്. ഒറ്റയ്ക്ക് ഏകപക്ഷീയമായ ഒരു നിലപാട് ഞാൻ എടുക്കാറില്ല. ജോൺ മത്തായി സാർ എന്ത് പറയുന്നു അതനുസരിച്ച് നീങ്ങുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് എന്തെങ്കിലും എതിർപ്പ് അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം നേരിട്ട് പറയും. അല്ലാതെ അദ്ദേഹത്തിന് ശക്തമായ പിന്തുണയാണ്. ഈ വേൾഡ് മലയാളി കൗൺസിലിന് ഈ ലെവലിൽ എത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദി അദ്ദേഹമാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിൽ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മുന്നിൽ, കേരളത്തിന്റെ BJP-കാരുടെ മുമ്പിൽ, കേരളത്തിലെ CPM-കാരുടെ മുമ്പിൽ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്നത് ജോൺ മത്തായിയും ഗോപാലപിള്ളയാണെന്ന് മനസ്സിലാക്കി കൊടുത്തത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ കോണ്ടാക്ട്സ് കൊണ്ടാണ്. ഇതെല്ലാം നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ്. നമ്മൾ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ തന്നെ ആവണമെന്നല്ല. നമ്മളെ പ്രസ് മീറ്റിന് അപ്പുറവും ഇപ്പുറവും ഇരുന്നത് വേൾഡ് മലയാളി കൗൺസിൽ വനിതാ വിങ്ങിന്റെ ജനറൽ പ്രസിഡന്റ് ബാബ റേച്ചലും യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ജിതിൻ അരവിന്ദാക്ഷനുമാണ്. വളർന്നു വരേണ്ടത് അവരാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഞാൻ. അല്ല ഷൈൻ തന്നെ എല്ലായിടത്തും നിൽക്കണം എന്ന് ചിന്തിക്കുന്നവനല്ല. ഡെലിഗേറ്റ് ചെയ്യണം. ഓരോ വർക്കുകളും സ്ഥാനങ്ങളും ഡെലിഗേറ്റ് ചെയ്യണം. മിഡിൽ ഈസ്റ്റ് റീജിയന്റെ അതിന് വൈസ് പ്രസിഡന്റ് ബൈജു ഉണ്ട് ഈ മീറ്റിംഗിൽ, ഞാൻ വിട്ടുപോയി നേരത്തെ പറയാൻ. അതുപോലെ ഷാജി DR ഉണ്ട്. അപ്പൊ ഇവരെല്ലാം ശക്തമായ ഒരു പിന്തുണയാണ് മിഡിൽ ഈസ്റ്റ് റീജിയനെ ഈ ലെവലിലോട്ട് വളർത്തുന്നത്. ഒറ്റ കാര്യത്തിൽ ഈ പറയുന്ന ജോൺ മത്തായി സാറിന് ഞാൻ മിഡിൽ ഈസ്റ്റ് റീജിയന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിളിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എല്ലാ പ്രോവിൻസുകളും ജോൺ മത്തായി സാറിനും ക്രിസ്റ്റഫറിനും അതുപോലെ ശശിയേട്ടനും പിന്നെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള മീറ്റിങ്ങുകൾ അത് സൂമിലായാലും ഫിസിക്കലായാലും അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. അത്രയധികം വലിയൊരു പരിപാടി നടത്തി ഗംഭീരമായി സ്ഥാനം ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ എല്ലാ പ്രോവിൻസുകളും ഫിസിക്കൽ മീറ്റിംഗ് നടത്തി ആനപ്പുറത്താണ് ജോൺ മത്തായി സാറിനെ കൊണ്ടുവന്നത്. മനസ്സിലായ? ഓരോ പ്രോവിൻസുകളും അതുപോലെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം പോൾസൺ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കോടീശ്വരനാണ്. അദ്ദേഹം ഉൾപ്പെടെ ഉള്ളവർ ഏറ്റെടുക്കണം. മനസ്സിലായ? പോൾസനൊക്കെ അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. അന്തം ഷൈനയും ജയിക്കുമോ ഷൈനെ എനിക്ക് തോന്നുന്നില്ല, മറിച്ചു അവിടെ ഭയങ്കര മറുപ്പ് നടക്കുന്നു. ഞാൻ പറഞ്ഞ് സാറ് അച്ചായ ധൈര്യമായിട്ടിരി അച്ചായ, എനിക്ക് തോന്നുന്നില്ല ഷൈനെ, അങ്ങ് പിൻവലിക്കാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ടെൻഷൻ അടിക്കുകയായിരുന്നു. അപ്പൊ അത് നമ്മളൊരു ധൈര്യവും ഒരു കപ്പാസിറ്റി, നമ്മളെ ഒരു ധൈര്യമാണ് അത്. നമ്മളങ്ങ് പറഞ്ഞു. എന്തായാലും ദൈവം സഹായിച്ച് നമ്മൾ കഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ കഷ്ടപ്പെട്ട് കയറി വരുന്നവരാണ്. ബാനർ കെട്ടുന്നവരാണ്, കസേര ഇടുന്നവരാണ്. കസേര സ്റ്റിക്കർ ഒട്ടിച്ച പോലെ ഞാനാണ്. ആ സ്റ്റേജിൽ ആരൊക്കെ എവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം പോലും നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളത് കൃത്യമായി വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ സത്യം. അത് നമ്മുടെ ടീം വർക്കിന്റെ വിജയമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഈ സ്വാതന്ത്ര്യദിന സമ്മേളനം വൻ വിജയമാക്കിയ ഓരോരുത്തർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. താങ്ക് യു. ഞാൻ ഒരുപാട് നീണ്ടുപോയി. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ നാൾവഴികളിലൂടെ നമ്മെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോവുകയും പരസ്പരം ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകതയും ആദർശത്തെയും ഉയർത്തിക്കാട്ടിയ വെരി എനർജി സ്പ്രെഡിംഗ് സ്പീച്ച്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ഫെലിസിറ്റേഷനായി മിസ്റ്റർ തോമസ് ഉമ്മൻ, അജ്മാൻ പ്രോവിൻസ് ചെയർമാനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഡയസ്, അജ്മാൻ പ്രോവിൻസിന്റെ
പ്രസിഡന്റ് ഗ്ലോബൽ ചെയർമാൻ പ്രസിഡന്റ് ജോൺ മത്തായി സാർ, വൈസ് ചെയർമാൻ സന്തോഷ്, മിഡിൽ ഈസ്റ്റിന്റെ പ്രസിഡന്റ് ഷൈൻ ചന്ദ്രസേനൻ തുടങ്ങി എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മള് 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിലാണല്ലോ നാം എല്ലാവരും. ഓരോ ഇന്ത്യക്കാരും ജാതി, മതം, ഭാഷ, പ്രദേശം തുടങ്ങി വ്യത്യസ്ത സത്വങ്ങളുള്ളവരാണ്. എന്നാൽ ഇന്ത്യൻ പൗരൻ എന്ന ഒരൊറ്റ സത്വം അവയെല്ലാം മാറ്റിമറിക്കുന്നു. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യത്തിന് മാത്രമേ ഇന്ത്യയെ ഒന്നിച്ച് നിർത്താൻ സാധിക്കൂ. ഓരോ പൗരനും സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം ഇന്ത്യ എന്ന പൊതുവികാരത്തിനായി നിൽക്കുകയും രാജ്യത്തിന് ശക്തി പകരുകയും ചെയ്യുക എന്നതാണ് ഒരു ഇന്ത്യ ഒരു ജനത എന്നതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി പോരാടി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തിയ ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്കുണ്ട്. അവരെയെല്ലാം ഇത്തരണത്തിൽ നമുക്ക് ഓർക്കാം, അവർക്ക് നമിക്കാം. സമത്വം, നീതി, സാഹോദര്യം എന്നിവയുടെ മൂല്യങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ദീർഘിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സർ. അടുത്ത ഒരു ബ്യൂട്ടിഫുൾ ഡാൻസ് ട്രിബ്യൂട്ട് ആണ് അജ്മാൻ മെമ്പേഴ്സിന്റെ. ഡാൻസേഴ്സ് മിസ് അപർണ അനു, മിസ് നിജ രഞ്ജിത്ത്, മിസ് ശിഖ പ്രവീൺ, മിസ് സിൻഷ മജു. നമുക്ക് ഡാൻസ് കാണാം. Thank you dears. Thank you so much for the beautiful performance. അടുത്തതായി let's invite our Youth Forum President Mr. A.B. Jacob for a felicitation. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? ഹലോ, കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ആദരണീയനായ നമ്മുടെ അധ്യക്ഷൻ, നമ്മുടെ സ്വന്തം, നമ്മളെ സഹോദര തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ അജ്മാൻ പ്രൊവിൻസിന്റെ പ്രസിഡന്റ് ശ്രീ ഡൈ സാർ, നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി സാർ, ഇപ്പോൾ പ്രസംഗിച്ച് നിർത്തിയ അതിന്റെ ഒരു ആവേശത്തിൽ, അതിന്റെ ഒരു കുളിരിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിഡിൽ ഈസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ ഷൈൻ സാറിന്റെ പ്രസംഗം കേട്ട് ഞാനിങ്ങനെ കുളിരി കയറിയിരിക്കുക. എനിക്കിപ്പോ പറയുന്നതൊക്കെ ശരിയാവുമെന്ന് തന്നെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത്രയേറെ ആവേശം നിറഞ്ഞ ഒരു പ്രസംഗമായിരുന്നു ഷൈൻ സാറിന്റെ. അതുപോലെ നമ്മുടെ അജ്മാൻ പ്രൊവിൻസിന്റെ സെക്രട്ടറി സ്വപ്ന മാഡം, അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എവിടെ എന്തൊരു പരിപാടി അവതരിപ്പിച്ചാലും തൻ്റെതായ ഒരു പൊൻതൂവൽ അവിടെ നൽകിയിരിക്കും, അത് ചെയ്തിരിക്കും. അതുപോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും, അതുപോലെ യൂത്ത് ഫോറത്തിന്റെ സെക്രട്ടറി, വുമൻസ് ഫോറത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി, ട്രഷറർ,
എല്ലാവർക്കും അതുപോലെ നമ്മുടെ ചെയർമാൻ WMCയുടെ അജ്മാന്റെ മാത്രം സ്വന്തം നമ്മുടെ സ്വന്തം ചെയർമാൻ തോമസ് ഉമ്മൻ സാറ്, എല്ലാവർക്കും എന്റെയും WMC അജ്മാൻ യൂത്ത് ഫോറത്തിന്റെയും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഞാൻ പെട്ടെന്ന് നിർത്താം, കാരണം സമയം ഒരുപാട് വൈകിയല്ലോ. പതിറ്റാണ്ടോളം നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്ത ദിനമാണ് 1947 ആഗസ്റ്റ് 15. ഇന്ന് 2024 ആഗസ്റ്റ് 15-ാം തീയതി നിന്നുകൊണ്ട് നോക്കുമ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യ പുരോഗതിയുടെ അനേകം പടവുകൾ കയറിക്കഴിഞ്ഞു. ഷൈൻ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക, അത് തന്നെയാണ് ഗാന്ധിജിയും പറഞ്ഞത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. ആ ആവേശത്തിൽ നിന്നും ഇന്ത്യ അടിച്ചമർത്തപ്പെട്ട രാജ്യത്തിൽ നിന്നും ഈ ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായി വളർന്നു. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഈ രാഷ്ട്രത്തെ നിലനിർത്താൻ, സംരക്ഷിക്കാൻ, പുരോഗതിയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഭാരതീയരാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ WMCയുടെ എല്ലാ പ്രവർത്തനങ്ങളും രാജ്യത്തിനെ നിലനിർത്താൻ, സംരക്ഷിക്കാൻ, രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതും ആകട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ആയിരക്കണക്കിന് വരുന്ന ധീര രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ധീര ജവാന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി WMC അജ്മാൻ യൂത്ത് ഫോറത്തിന്റെ പേരിൽ, എന്റെ വ്യക്തിപരമായ പേരിലും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, Mr. Abi, for your proud words. Before concluding the program, to express our gratitude to all, I am inviting our Vice President, Mr. Kennedy Selva. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ തോന്നുന്നു? കേൾക്കാം. വളരെ സന്തോഷം. എല്ലാവരും സ്വാതന്ത്ര്യത്തെ കുറിച്ച് വളരെ മനോഹരമായി തന്നെ സംസാരിച്ചു. എനിക്ക് ഈ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തില് എന്റെ മനസ്സിൽ ഓർമ്മയിടുന്ന ഒരു 2 വരി കവിതയാണ്. ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം. ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം. അച്ഛൻ പഠിപ്പിച്ച വാചാപ്രസംഗത്തിൽ ഉച്ചത്തിലോതേണ്ട വാക്കിലോ ഭാരതം. വർഷപരീക്ഷയ്ക്ക് വേഗം വരയ്ക്കുന്ന വർണ്ണമേളം കൊണ്ട വരയിലോ ഭാരതം. വരകൾക്കു താഴെ ഒരു കുഞ്ഞിൻ വിശപ്പും, അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു കവിതയാണ്. അപ്പൊ നമ്മൾ ഇല്ലാത്തവനെയും ദുർബലമായിരിക്കുന്ന ആൾക്കാരെയും ആവശ്യത്തെ അനുഭവിക്കുന്ന എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മാധുര്യം നിറഞ്ഞാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ സംഘടനയുടെ സാരഥി പ്രസിഡന്റ് ശ്രീ ഡൈസിരിക്കുള വളരെ മനോഹരമായി തന്നെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള വാക്കുകൾ ഇങ്ങനെ കോറിയിട്ടു. അദ്ദേഹത്തിന് അജ്മാൻ പ്രൊവിൻസിന്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആദരണീയനായ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തായി സാർ, അദ്ദേഹം കാരുണ്യത്തെക്കുറിച്ചും വയനാട്ടിൽ നടന്ന സംഭവവികാസത്തെക്കുറിച്ചും അവിടെ നമ്മൾ എത്തിക്കേണ്ട കാരുണ്യ സ്പർശത്തെക്കുറിച്ചും നമ്മുടെ യൂണിറ്റിയെക്കുറിച്ചും കൂട്ടായ്മയുടെ ശക്തിയെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായി തന്നെ സംസാരിച്ചു. സാറിനോടൊപ്പം തന്നെ നമ്മളെല്ലാവരും കൂടെയുണ്ട്. ഇനിയുള്ള വർഷങ്ങൾ മനോഹരമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അദ്ദേഹത്തിനാവട്ടെ. അജ്മാൻ പ്രൊവിൻസ് എപ്പോഴും ശക്തമായി തന്നെ കൂടെ ഉണ്ടാവും. അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്നേഹത്തിന് പൂച്ചെണ്ടുകൾ ഈ അവസരത്തിൽ സമർപ്പിക്കാൻ. പിന്നുള്ളത് ശ്രീ ഷൈൻ ചന്ദ്രശേഖരൻ, റീജിയണൽ പ്രസിഡന്റ്. എനിക്ക് ഒരു സന്തോഷമുള്ളത് അദ്ദേഹം കേൾക്കാമോ? ചന്ദ്രസേന. അദ്ദേഹം ഒരു സന്തോഷമുള്ളത് ബൈനൽ കോൺഫറൻസിൽ നാടകം കൂടെ അവതരിപ്പിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് പറയുകയുണ്ടായിരുന്നു അതിന്. അപ്പൊ നമുക്ക് നാടകമായി താല്പര്യമുള്ളതുകൊണ്ട്
എനിവേ നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർ അവരവരുടെ പ്രോൺസിനും അവരവരുടെ കുടുംബത്തിനും അവരവരുടെ നാടിനും വേണ്ടി പ്രവർത്തിക്കുമ്പോഴുള്ള ശക്തി പ്രാപിക്കുന്നു. ശ്രീ ഷൈന് ഞങ്ങൾ എല്ലാവരുടെയും സ്നേഹത്തിന്റെ ആദരവ് അർപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. ഞങ്ങളുടെ സംഘടനയുടെ ഞങ്ങളുടെ കാരണവർ ചെയർമാൻ ശ്രീ തോമസ് മുൻ സാറ് ഈ ഒരു സംഘടനയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന അദ്ദേഹത്തിന് ഞങ്ങൾ എല്ലാവരുടെയും സ്നേഹാദരവ്. അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടിക്ക് യാദൃച്ഛികമൊന്നും എത്തിയ ശ്രീമാൻ സന്തോഷ്, ഗ്ലോബൽ വൈസ് ചെയർപേഴ്സൺ അദ്ദേഹത്തിനും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് ഈ പരിപാടി ദുബായ് പ്രോവിൻസിന്റെ ചെയർമാൻ ഉണ്ട്, പ്രസിഡന്റ് പറയുന്നു. നമുക്ക് ഈ ഒരു അതെ ഈ ഷോർട്ട് ടൈമില് നമ്മളിങ്ങനെ കുറേ പ്രോഗ്രാംസുകൾ ചെയ്തു. അപ്പൊ അതിനൊരു സോങ് ബിജോയുടെ നേതൃത്വത്തിൽ അത് സംഘടിപ്പിക്കുകയുണ്ടായി. ഡാൻസ് പെർഫോമൻസ് ആ ടീമിനെല്ലാം ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഇതിന്റെ വീഡിയോയുടെ പിന്നിൽ അനുഗ്രഹമുള്ള ഒരു കയ്യൊപ്പുണ്ടായിരുന്നു. നമുക്കെപ്പോഴും നമ്മുടെ ഈ സംഘടനയ്ക്ക് ഒരു സൂം അനുവദിക്കുന്നത് ശ്രീ ഷാജി ഡിയാറാണ്. അവരുടെ ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ദുബായ് പ്രോൺസിന്റെ സാരഥികള്, വിമൻസ് ഫോറത്തിന്റെ അതിന്റെയൊക്കെ വ്യക്തികള് ഞാൻ പലരും ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതിനകത്ത് ആ ഗ്രൂപ്പിനകത്ത് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോഴേക്കും പലരും കാണുന്നു. അവരെല്ലാവരും വാസ്തവത്തില് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് ഒന്ന് ചേർന്ന് നിന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി ഞങ്ങളോടൊപ്പം ശക്തമായി നിൽക്കുന്നതിൽ അവരെല്ലാവർക്കും ഞങ്ങളുടെ ഒരു സല്യൂട്ട്. ഇന്നലെ രാത്രിയിൽ ഏകദേശം ഒരു 11:40 ഒരു ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഒരു വോയിസ് മെസ്സേജ് സ്വപ്നയുടേത്. ഞാൻ നിങ്ങൾക്ക് എന്തറിയണം, ഞാൻ 2 ദിവസമായിട്ട് ഇതിന്റെ പിന്നിലാണ്, ഇപ്പോഴാണ് എഡിറ്റിംഗ് കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ട്. വാസ്തവത്തിൽ സ്വപ്നയുടെ ആ ഒരു ഡെഡിക്കേഷനും അവരുടെ വാല്യൂസ് ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നുണ്ട്. എനിക്ക് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ഗ്ലോബൽ പ്രസിഡന്റും റീജിയണലൊക്കെ നിൽക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായും ആത്മവിശ്വാസത്തോടെയും പറയാൻ സാധിക്കും, ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഈ ഗ്ലോബൽ ലെവലിൽ അതിനെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു അസറ്റായിരിക്കും ശ്രീ സ്വപ്ന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനകത്ത് ഇനിയും നമുക്ക് 1-2 പേരെ കൂടെ പറഞ്ഞു തീർക്കേണ്ട. ഒന്ന്, നമ്മുടെ ആശംസ അറിയിച്ച എന്റെ സുഹൃത്ത് ശ്രീ എബി, അതുപോലെ തന്നെ ഇതിന്റെ ആങ്കറായിരിക്കുന്ന ശ്രീ രാഖി, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഭരണസമിതി മെമ്പേഴ്സ് ശ്രീ എ ബി ബൈജു, അതുപോലെ തന്നെ ഭാവ മാം, അതുപോലെ തന്നെ ഇനിയും ചൂണ്ടിക്കാണിക്കാത്തതും ഇനിയും ശ്രീ ഷൈനെ ഓർമ്മിച്ചെങ്കിലും പലതരം പേരുകൾ എനിക്ക് ഒരു അവസരത്തിൽ ഓർമ്മയില്ലാത്തതുകൊണ്ട് എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ വളരെയധികം സഹോദര്യത്തോടെ ഈ അജ്മാൻ പ്രൊവിൻസിന് വേണ്ടി ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒരു സംഘടനയുടെ കരുത്ത് എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. എക്സിക്യൂട്ടീവ് അപ്പുറം വരുന്ന ജനറൽ ബോഡിയാണ് സംഘടനയുടെ കരുത്ത്. പലരും ഇതിനകത്തുണ്ട്. ഞങ്ങളുടെ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇനിയും പേരെടുത്ത് വിട്ടുപോയ പലരെയും സ്നേഹത്തോടെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ അജ്മാൻ പ്രൊവിൻസിന് വേണ്ടി എല്ലാവർക്കും കൃതജ്ഞമായ നന്ദി ഈ ഒരു അവസരത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മിസ്റ്റർ കെനി. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഒരു സെക്കൻഡ്, നമ്മുടെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അമേരിക്കയിൽ നിന്ന് വന്ന സന്തോഷ് പുല്ലൂർ ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു എക്സിറ്റ് ആയെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തിന് 1 മിനിറ്റ് കൊടുക്കേണ്ടതായിരുന്നു. അതുപോലെ ജിതിൻ അരവിന്ദാഷനൊക്കെ ഉണ്ട്. ഞാൻ സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ടാണ്. സന്തോഷ് സാർ ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള എക്സിറ്റ് ആയിരുന്നു. നമുക്കൊരു അപാകത പറ്റിപ്പോയി. എന്നിരുന്നാൽ പോലും പോൾസൺ സാറൊക്കെ ഉണ്ട്. നമ്മൾ സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ടാണ് വളരെ ഈ പ്രോഗ്രാം വിജയകരമായി പൂർത്തീകരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു എവ്രിവൺ. ഒരു കാര്യം സ്വപ്ന പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാതിരുന്നാല് അത്, കാരണം ഓൾറെഡി കെനി അത് സൂചിപ്പിച്ചു. സത്യത്തില് വേൾഡ് മലയാളി കൗൺസിലിന്റെ ഇത്രയും ദേശീയ പ്രാദേശിക
നേതാക്കൾ വെച്ച ഒരു സ്വാതന്ത്ര്യദിന ആഘോഷം ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേൾഡ് മലയാളി കൗൺസിലിന്റെ ആ പൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന അജ്മാൻ പ്രൊവിൻസ്, പ്രത്യേകിച്ച് ഒറ്റ ഫോൺ കോളിലാണ് ഇന്നത്തെ ഇത്രയും വലിയൊരു മീറ്റിംഗ് എന്ന് ഞാൻ പറയും. സ്വപ്ന എന്നോട് ചോദിച്ചു, നമുക്കൊരു പാട്ട് നമുക്കൊന്ന് റെക്കോർഡ് ചെയ്താലോ, നമുക്കൊന്ന് വീഡിയോ ഉണ്ടാക്കാം, നമുക്കൊരു നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പ്രോഗ്രാം ഉണ്ടായി, ഇപ്രാവശ്യം പ്രോഗ്രാം ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാം, ഒരു പാട്ട് വിജോ ഒന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞ ആ ഒറ്റ കോളിലാണ് സത്യത്തിൽ ഇന്നത്തെ ഈ ഒരു വലിയൊരു സമ്മേളനം നടത്താൻ സാധിച്ചത്. ഇത്രയും പേരെ ഒന്നിച്ച് വേൾഡ് മലയാളി കൗൺസിലിന്റെ കെയർ ഓഫില് അല്ലെങ്കിൽ ആ ഒരു ബാനറില് അജ്മാന് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ച ഒരു അവസരമായിട്ട് ഇതിനെ കണ്ട് സംബന്ധിച്ച എല്ലാവർക്കും, എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് സ്വപ്നയോട് ഒരു വാക്ക്, എല്ലാവരുടെയും പേരിൽ ഒരു അഭിനന്ദനം ഞാൻ അറിയിക്കുക. വളരെ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ജോയിൻ ചെയ്ത എല്ലാവർക്കും ഞാൻ നോക്കുമായിരുന്നു, അറൌണ്ട് 31 വിൻഡോസ് പ്ലസ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവരും ഫാമിലികളും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിജോ, താങ്ക് യു സോ മച്ച്. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി പാട്ട് റെക്കോർഡ് ചെയ്യാൻ പാതിരാത്രി വരെ ബിജോയും കിരണും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും ഷാജിയ നന്നായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്തു. പാട്ട് പാടുമ്പോഴും റെക്കോർഡ് ചെയ്യുമ്പോഴും ഒന്നും ഒരു സമ്മേളനം നമ്മൾ പ്ലാൻ ചെയ്തില്ല. ഇന്നലെ രാവിലെയാണ് അതിനെ ഒരു സമ്മേളനം ആക്കാൻ, ഒരു മീറ്റിംഗ് ആക്കാനുമായിട്ട് ഡയസുമായിട്ട് പ്ലാൻ ചെയ്തത്. എനിവേ, താങ്ക് യു വെരി മച്ച് ഡിയർ ഓൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഓക്കെ, നന്ദി, നമസ്കാരം. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഞാൻ സൂം മീറ്റിംഗ് ഒന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. Okay, thank you so much, Haji, once Sure. again. ഓക്കെ, താങ്ക് യു. താങ്ക് യു.